ഡോക്ടർ മോഹൻ വർഗീസ്, അതാണ് ആ പോയിന്റ്. ഈ കഴിഞ്ഞ 2 വർഷത്തെ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ മുഴുവൻ എപ്പോഴൊക്കെ മധ്യസ്ഥ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ അട്ടിമറിച്ചിട്ടുണ്ടോ നെതന്യാഹു, അല്ലെങ്കിൽ അതിൽ നിന്ന് പിൻവാങ്ങിയിട്ടുണ്ട്. ഇസ്രായേലിൽ സർക്കാർ തകർന്നാൽ ആദ്യം ജയിലിലാകുന്നത് നെതന്യാഹു ആണ്. സ്വാഭാവികമായിട്ടും ഇത് അപ്രതീക്ഷിതമായിട്ടുണ്ടാക്കിയതല്ല, ഇത് വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു നീക്കമാണ്. ഒരു ഘട്ടത്തിലും ഹമാസിനെ ഏതെങ്കിലും തരത്തിലുള്ളൊരു ആനുകൂല്യമോ ഒരു കൈൻഡ്നെസ്സോ കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല നെതന്യാഹു. ഗാസ കൈപ്പിടിയിലാക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇതുകൊണ്ട് ഇക്വേഷൻസ് വളരെ പെട്ടെന്ന് മാറി. സൗദി അടക്കം ഖത്തറിന് കൊടുക്കുന്ന സപ്പോർട്ട്, അമേരിക്ക നോക്കുകുത്തിയായി നിൽക്കുന്ന സാഹചര്യം, ഒരു GCC ഒരു ഐക്യ മുന്നണിയിലേക്ക് പോകുമോ എന്നുള്ള സാഹചര്യം, ഒരു തിരിച്ചടിച്ച ഒരു സെൽഫ് ഗോളായി മാറുന്നു ഇസ്രായേൽ ഇന്നലെ നടത്തിയ ആക്രമണം. തീർച്ചയായും സെൽഫ് ഗോൾ എന്ന ഒരു കോൺസെപ്റ്റിലേക്ക് വരുന്നതിന് മുൻപ് ഖത്തറിൻ്റെ ഒരു ക്രെഡിബിലിറ്റി പരിശോധിക്കേണ്ടതുണ്ട്, കുറച്ചുകൂടി ആഴത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. പല വള്ളത്തിൽ കാല് ചവിട്ടി ഒരേ സമയം ഈ ചെകുത്താനോടൊപ്പവും മാലാഖയോടൊപ്പവും നിൽക്കുന്ന ഒരു നിലപാട് ഖത്തറിൻ്റെ ഒരു നിലപാട് തന്നെയാണ്. ഇവിടെ ഖത്തർ ഇപ്പോൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ബ്രിങ്ക്മാൻഷിപ്പ്, അത് ഇസ്രായേലിന് സ്വീകാര്യമല്ല. വൻതോതിൽ ഈ അഭയം നൽകുകയാണ് ഹമാസിൻ്റെ പ്രവർത്തകർക്ക്, നേതാക്കൾക്ക്. ഖത്തർ ഒരു സുരക്ഷിത താവളമാകും എന്ന ഒരു പ്രതീക്ഷ തീർച്ചയായും ഇസ്രായേലിനെയും ഇസ്രായേൽ നേതൃത്വത്തെയും ബെഞ്ചമിൻ നെതന്യാഹു ഇൻ പർട്ടിക്കുലർ വളരെയധികം അലോസരപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയി സുരക്ഷിത താവളം എന്ന് കരുതി ഒളിച്ചാലും ശരി, അത് ഇറാനിലായിക്കൊള്ളട്ടെ ഖത്തറിലായിക്കൊള്ളട്ടെ, തങ്ങളുടെ സൈന്യം നിങ്ങളെ തേടി വരും എന്ന ഒരു സന്ദേശം കൊടുക്കാൻ ഇസ്രായേൽ ആഗ്രഹിക്കുന്നു. നെതന്യാഹുവിനെ വ്യക്തിപരമായി നെതന്യാഹുവിൻ്റെ കാര്യം ഇവിടെ പറയുകയുണ്ടായി. യഥാർത്ഥത്തിൽ തീർച്ചയായും അതൊരു വലിയ ഫാക്ടർ തന്നെയാണ്. അൾട്ടിമേറ്റ് ഡിസിഷൻ മേക്കർ ഇൻ ദിസ് മൂവ് ഈസ് സർട്ടൻലി മിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു, ഇസ്രായേലി പ്രൈം മിനിസ്റ്റർ. അദ്ദേഹം ആഗ്രഹിക്കുന്നു ഈ യുദ്ധം എന്നാണോ തീരുന്നത്, ബന്ദികൾ എന്നാണോ കൈമാറ്റം ചെയ്യപ്പെടുന്നത്, എന്നാണോ യുദ്ധത്തിന് സമാധാനപരമായ പരിസമാപ്തി ഉണ്ടാകുന്നത്, ആ നിമിഷം താൻ വിചാരണ ചെയ്യപ്പെടും, താൻ ജയിലിലാകും, തൻ്റെ രാഷ്ട്രീയ ജീവിതം അവിടെ അവസാനിക്കുകയാണ്. അതുകൊണ്ട് എന്ത് വില കൊടുത്തും യുദ്ധം നീണ്ടുപോകേണ്ടത് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വ്യക്തിപരമായ ആവശ്യമാണ്. അത് അനേക ആവർത്തി പല ആംഗിളിൽ നിന്നുകൊണ്ട് നമ്മൾ പരിശോധിച്ച വിഷയമാണ്. പക്ഷെ ഒരു കാര്യം കൂടെ ഓർക്കണം, ഖത്തറിന് പകരം ഒരു പക്ഷേ ഇസ്രായേൽ ആഗ്രഹിക്കുന്നത്, മധ്യസ്ഥ ശ്രമത്തിന് വേണ്ടി ഇസ്രായേൽ ആഗ്രഹിക്കുന്നത് ഒരു പക്ഷേ ഈജിപ്തിൻ്റെ റോളാണ്. ഖത്തർ മാത്രമല്ല മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തുന്നത് എന്നോർക്കണം. ഈജിപ്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ കുറച്ചുകൂടി ഒരു റാഡിക്കൽ ഇസ്ലാമിനെയോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിനെയോ പിന്തുണയ്ക്കുന്ന ഒരു ഭരണകൂടമല്ല ഇപ്പോൾ നിലവിൽ ഈജിപ്തിലുള്ളത്. അവിടെ റാഡിക്കൽ ഇസ്ലാം ഉണ്ട് എന്നത് അനിഷേധ്യമായ കാര്യമാണ്. പക്ഷേ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിന് വളർന്നു വരാനുള്ളൊരു മണ്ണ് നൽകാൻ ഒരു പക്ഷേ ഈജിപ്ത് തയ്യാറാവില്ല. അതുകൊണ്ട് ഈജിപ്തിലേക്ക് കണ്ണുകൾ വരിക എന്നതും കുറച്ചുകൂടി ഇസ്രായേലിന് മാനേജ് ചെയ്യാൻ സാധിക്കുന്നത് തങ്ങളുടെ വലിയ അയൽക്കാരായ ഈജിപ്ത് തന്നെ. 1978 മുതൽ ക്യാമ്പ് ഡേവിഡ് അക്കോർഡിൻ്റെ കാലം മുതൽ തന്നെ ഈജിപ്തുമായി ഉണ്ടായി വന്ന ഒരു പാരസ്പര്യം, അത് പ്രത്യേകമായ ഇപ്പോൾ അതിൻ്റെ വിളവെടുക്കാം എന്ന ഒരു ചിന്തയും ഇസ്രായേലിൻ്റെ മേലുണ്ട്. അതുകൊണ്ടാണ് എന്ത് വില കൊടുത്തും സമാധാന ശ്രമങ്ങൾ ട്രംപ് ഇനിഷ്യേറ്റ് ചെയ്യുകയും ഖത്തർ ഏറെ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന, ഒരുപക്ഷെ ഹമാസ് ഭാഗികമായിട്ടെങ്കിലും അംഗീകരിക്കുകയും ചെയ്ത വെടിനിർത്തൽ ഫോർമുല, സമാധാന ഫോർമുല, അത് അട്ടിമറിക്കേണ്ടത് ഇസ്രായേലിൻ്റെ ആവശ്യമായി വന്നിരിക്കുന്നു. അതുകൊണ്ട് ഇസ്രായേൽ ഈ സമയം തിരഞ്ഞെടുത്തു. ഇനി ഖത്തറിന് പൂർണ്ണ രൂപത്തിൽ ഒരു മധ്യസ്ഥൻ്റെ റോൾ വഹിക്കാനാവില്ല. കാരണം ഖത്തർ എന്ന രാജ്യത്തിൻ്റെ മധ്യസ്ഥത തങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന ഇസ്രായേലിൻ്റെ ഒരു പ്രഖ്യാപനം കൂടിയായിരുന്നു ഈ അറ്റാക്ക്. ഇത് തിരിഞ്ഞു കൊത്തുമോ? ഇപ്പോൾ അവരുടെ എന്നോട് ചോദിച്ച ചോദ്യം, ഇസ്രായേലിൻ്റെ ഈ നീക്കം ഇസ്രായേലിന് തന്നെ വിനയാകുമോ, തിരിഞ്ഞു കൊത്തുമോ എന്നാണ് ചോദ്യമെങ്കിൽ, തിരിഞ്ഞു കൊത്താതിരിക്കാം. കൊത്തും എന്ന് പറഞ്ഞാൽ തിരിഞ്ഞു കൊത്തണമെങ്കിൽ അറബ് രാജ്യങ്ങൾ എല്ലാം കൈകോർത്ത് ഇസ്രായേലിനെതിരെ സന്ധിയില്ലാത്ത ഒരു ആക്രമണം സജ്ജീകരിക്കണം. അങ്ങനെ ഒരു കാര്യം പ്രതീക്ഷിക്കുന്നില്ല. കാരണം അതിന് അമേരിക്കയുടെ അനുവാദം വേണ്ടി വരും. ഇസ്രായേലിന് ആരുടെയും അനുവാദം വേണ്ടി വരില്ല. അമേരിക്കയെ അറിയിച്ചു എന്നാണ് പറയുന്നത്. ഒരു പക്ഷേ അത് പോസ്റ്റ് ഫാക്ടോ സാങ്ഷനാണ്. അമേരിക്ക അറിയിച്ചു എന്ന് പറയുന്നു. അമേരിക്ക പ്രസിഡന്റ് ട്രംപിൻ്റെ വിശ്വസ്തനായ മധ്യേഷ്യ പശ്ചിമേഷ്യ ദൂതൻ ആയ സ്റ്റീവ് വിറ്റ്കോഫിനെ വിവരം അറിയിക്കുകയും സ്റ്റീവ് വിറ്റ്കോഫ് ഈ വിവരം ഖത്തർ ലീഡർഷിപ്പിന് കൈമാറുകയും ചെയ്തു. അതിൽ ഉണ്ടായ ഒരു ടൈം ഡിലേ, ഈ ടൈം ഡിലേ ഉണ്ടായതുകൊണ്ടാണ് ആക്രമണം മുൻകൂട്ടി ഖത്തറിന് അറിയാൻ വയ്യാതെ പോയത്. പക്ഷേ ഇവിടെ വീണ്ടും ഒരു ദുരൂഹമായ ചോദ്യമുണ്ട്. അമേരിക്കയുടെ ആ മധ്യപൗരസ്ത്യ പ്രദേശത്തെ ഏറ്റവും വലിയ എയർ ബേസ് എന്ന് പറയുന്നത് ഖത്തറിലെ അൽ ഉദൈദ എയർ ബേസ് ആണ്. അവിടെ ആകാശത്തെ നോക്കി ദൂരെ നിന്ന് വരുന്ന എല്ലാ ഒബ്ജക്റ്റിനെയും നിരീക്ഷിക്കാനുള്ള സംവിധാനമുണ്ട്. എങ്ങനെയാണ് അമേരിക്കയുടെ റേഡാറിൽ ഖത്തറിൻ്റെ ദോഹയുടെ സമീപ പ്രദേശത്തുള്ള അൽ ഉദൈദ്
ഒരു വ്യോമതാവളത്തിൽ നിന്നുള്ള നിരീക്ഷണ സംവിധാനം, അമേരിക്കയുടെ തന്നെ നിരീക്ഷണ സംവിധാനങ്ങൾ പരാജയപ്പെട്ടത് എങ്ങനെയാണ്? ഇസ്രയേലി ഫൈറ്റർ ജെറ്റ്സ് പറന്നു വരുന്നത് അവർ കണ്ടില്ല എന്ന് പറയാനാവുമോ? അതുകൊണ്ട് ഇതിൽ നിന്നും അല്ല, അതിനകത്ത് ഡോക്ടർ മോഹൻ വർഗീസ് ആ പോയിന്റിന്റെ ഒരു സബ് പോയിന്റ് ആയിട്ട് ചോദിക്കുകയാണ്. ഇത്രയേറെ നിർലോഭം അമേരിക്ക കയ്യും കണക്കുമില്ലാത്ത സഹായം കൊടുക്കുന്ന ഇസ്രയേൽ, അമേരിക്ക പറഞ്ഞിട്ടും അമേരിക്ക നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ ഇങ്ങനെ ഒരു ആക്രമണം നടന്നു എന്ന് പറയുമ്പോൾ ഇസ്രയേലിന് മേലുള്ള എല്ലാ നിയന്ത്രണങ്ങളും അമേരിക്കയ്ക്ക് നഷ്ടപ്പെടുന്നു എന്നൊരു ചോദ്യം, അല്ലെങ്കിൽ ഒരു അമേരിക്കയ്ക്ക് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത ലോകശക്തിയായി ഇസ്രയേൽ മാറുന്ന ഒരു ചോദ്യമൊക്കെ വരും. സ്വാഭാവികമായിട്ടും അമേരിക്കയ്ക്കകത്ത് ഇസ്രയേലിനെതിരായിട്ടുള്ള ഒരു വികാരം ശക്തമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകില്ലേ? അമേരിക്കയ്ക്ക് ഇസ്രായേലിന്റെ മേലുള്ള നിയന്ത്രണം നഷ്ടപ്പെടും എന്ന ഭയം അമേരിക്കയ്ക്കില്ല. അമേരിക്ക തങ്ങളെ നിയന്ത്രിക്കും എന്ന ഒരു ഭീതി ഇസ്രായേലിനുമില്ല. ഇവരൊക്കെ തമ്മിൽ ഒരു പെർഫെക്റ്റ് അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് മുൻകൂട്ടി പോകുന്നത്. അത് റിപ്പബ്ലിക്കൻസ് ഭരിച്ചാലും ട്രംപ് ഭരിച്ചാലും ശരി, ഒബാമയാണെങ്കിലും ശരി, അമേരിക്കൻ പ്രസിഡൻസിയിൽ വന്നാലും ശരി, അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റ് ഇൻട്രസ്റ്റ് വിൽ ടേക്ക് കെയർ ഓഫ് ഇസ്രായേലി റിക്വയർമെന്റ്സ്. അതൊരു ധാരണയാണ്. 1948 മുതൽ ഇസ്രായേലിന്റെ വെരി എക്സിസ്റ്റൻസ് ഓഫ് ഇസ്രായേൽ ഡിപ്പെൻഡ്സ് ഓൺ ദാറ്റ് കാറ്റഗോറിക് അഷ്വറൻസ് ഫ്രം യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഇത് ഒരു യാഥാർത്ഥ്യമായിരിക്കെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന്റെ ഏത് നീക്കത്തെയും വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട് സപ്പോർട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. ഇത് ബെഞ്ചമിൻ നെതന്യാഹുവിന് നന്നായിട്ട് അറിയാം. അതുമാത്രമല്ല, ഹമാസിനെ തകർക്കേണ്ടത് ഒരു പരിധിവരെ അമേരിക്കയുടെ ആവശ്യം കൂടിയാണ്. ഈ ഭീകരതയ്ക്കെതിരെയുള്ള യുദ്ധത്തിൽ തീർച്ചയായും ഹമാസ് ആൻഡ് അമേരിക്ക കനോട്ട് ബി ഓൺ ദ സെയിം പേജ്. അപ്പോൾ അതുകൊണ്ട് 2 ദിവസം മുമ്പ് ഡൊണാൾഡ് ട്രംപ് ഒരു അന്ത്യശാസ്ത്രം നൽകിയിരുന്നു. ഹമാസ് എത്രയും പെട്ടെന്ന് ചർച്ചയ്ക്ക് തയ്യാറാകണം, വെടിനിർത്തൽ സാധ്യമാകണം, ബന്ദികളെ കൈമാറ്റം ചെയ്യണം, അല്ല എങ്കിൽ അരുതാത്തത് സംഭവിക്കും എന്ന് പറയുന്നതിൻ്റെ പിന്നാമ്പുറം ഇങ്ങനെയുള്ളൊരു കാര്യമാണ്. ഒരു കാരണവശാലും ഒരു GCC രാജ്യത്തെ ഇസ്രായേൽ ആക്രമിക്കാൻ മുതിരില്ല എന്ന വിശ്വാസമാണ് ഇവിടെ തകർന്നു വീണത്. അതിനർത്ഥം എന്താണ്? നാളെ ഏത് രാജ്യവും GCCയിൽ പെടുന്ന അല്ലെങ്കിൽ അറബി ഇസ്ലാമിക ലോകത്തെ ഏത് രാജ്യവും ആക്രമണ വിധേയമാകാം. ഇസ്രായേലിന്റെ സമീപകാല ആക്രമണ ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ, കഴിഞ്ഞ 2 വർഷത്തെ ആക്രമണ ചരിത്രം എടുത്തു നോക്കിയാൽ, പ്രത്യേകിച്ച് ഒക്ടോബർ 7, 2023, അതിനുശേഷമുള്ള 2 വർഷം, ഇത് 2 വർഷമാകാൻ ഒരു മാസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. ആ ആക്രമണ ചരിത്രത്തിൽ 6 രാജ്യങ്ങളാണ് ഇസ്രായേലിന്റെ ആക്രമണത്തിന് വിധേയമായിരിക്കുന്നത്. തീർച്ചയായും ഇറാൻ ഇസ്രായേൽ യുദ്ധം തന്നെ ഉണ്ടായി, ഏതാനും ദിവസങ്ങൾ നീണ്ടുന്ന യുദ്ധം തന്നെ ഉണ്ടായി. ആദ്യം ലെബനനിലേക്ക് ആക്രമണം നടത്തി, ഹിസ്ബുള്ളയെ തുരത്താൻ വേണ്ടി. അതുപോലെ ഹൂതികൾക്ക് നേരെ ആക്രമണമുണ്ടായി, യമനിലേക്ക് ആക്രമണമുണ്ടായി, സിറിയയിലേക്ക് ആക്രമണമുണ്ടായി, ഗോലാൻ ഹൈറ്റ്സിന്റെ ഒരു പ്രദേശം ഇസ്രായേൽ പിടിച്ചെടുക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഇറാഖിന്റെ ചില പ്രദേശങ്ങളിലേക്ക് ഇസ്രായേലി മിസൈലുകൾ പാഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ഇത് 6ാമത്തെ രാജ്യമായി GCCയിലെ ഒരു അംഗരാജ്യമായ ഖത്തർ ഇവിടെ രംഗത്ത് വരികയാണ്. ഇവിടെ ഖത്തറിന്റെ ഡബിൾ സ്റ്റാൻഡേർഡ്സ്, അത് ഇസ്രായേൽ കാണുന്ന ഒരു ഡബിൾ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അപ്പം ഇതിനോടൊപ്പം നിൽക്കുകയും വേട്ടക്കാരനോടൊപ്പം ഓടുകയും ചെയ്യുന്ന ഖത്തറിന്റെ നിലപാട് അവസരവാദപരമായ നിലപാടാണ് എന്ന ഇസ്രായേലിന്റെ ഒരു ഉഗ്രമായ പ്രഖ്യാപനം കൂടി ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. കാരണം ഖത്തർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? യഥാർത്ഥത്തിൽ ഈ ഭീകരത തറച്ചു വളരാൻ ഉള്ള കാരണമായി ഇസ്രായേൽ കാണുന്നത് ഖത്തർ നൽകുന്ന അഭയമാണ്. ഇപ്പം നേരത്തെ ശ്രീ വേണുഗോപാൽ സൂചിപ്പിച്ചതുപോലെ വലിയ രീതിയിലാണ് റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റുകളും താമസ സ്ഥലങ്ങളുമൊക്കെ ഹമാസിന്റെ നേതാക്കൾക്ക് ഗാസയിൽ നിന്ന് പിന്തള്ളപ്പെടുന്ന അല്ലെങ്കിൽ ഗാസയിൽ ജീവിതം ദുസ്സഹമാകുന്ന അവസരത്തിൽ അവർക്ക് സുഖമായി വന്ന് വസിക്കാനുള്ള ഒരു ഇടമായി മാറിയിരിക്കുന്നു. കാര്യം ശരിയാണ്, റഷ്യൻസും അമേരിക്കൻസും ചൈനീസും എല്ലാം കടന്നു വരുന്ന ഒരു സിറ്റിയാണ് ദോഹ. ആർക്കും സ്വാഗതം, ദോഹയിലേക്ക് ആർക്കും സ്വാഗതം. കാരണം ഈ ലോകത്തിൻ്റെ ഒരു കാലത്ത് സ്വിറ്റ്സർലൻഡ് വഹിച്ചിരുന്ന ഒരു നിഷ്പക്ഷ പദവിയാണ് ദോഹ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ മറവിൽ ദോഹ നേടിയെടുക്കുന്ന ഗുഡ്വില്ലും പണക്കൊഴുപ്പിൻ്റെ ധാരാളിത്തവും എല്ലാം ചേർന്നുകൊണ്ട് ലോകകപ്പ് ഫുട്ബോൾ വരെ ആതിഥ്യമരുളുന്ന ഒരവസ്ഥയിലേക്ക് ഖത്തർ എന്ന ചെറിയ രാജ്യം, കേവലം 25 ലക്ഷം മാത്രം ജനസംഖ്യയുള്ള ഒരു രാജ്യം വളർന്നിരിക്കുന്നു. ഇന്ത്യൻ താല്പര്യങ്ങളും അവിടെയുണ്ട്. കാരണം നമ്മുടെ പ്രവാസികളായ 8.5 ലക്ഷത്തോളം ഇന്ത്യക്കാർ വസിക്കുന്ന ഭൂമിയാണ് ഖത്തർ എന്ന് ഓർക്കണം. അതുകൊണ്ട് മധ്യ പൗരസ്ത്യ പ്രദേശത്തിൻ്റെ ഒരു ഹബ് ഓഫ് ആക്ടിവിറ്റീസ് ആയി വേണമെങ്കിൽ ദോഹ സിറ്റിയെ കാണാവുന്നതാണ്. ഒരു ഡിപ്ലോമാറ്റിക് കോൺക്ലേവ് ആണ്. പക്ഷേ അതിൻ്റെ പിന്നിൽ നടക്കുന്ന ചില ഭീകരപ്രവർത്തനങ്ങൾ അത് ഇസ്രായേലിനെയും അമേരിക്കയും എല്ലാം വലിയ തോതിൽ അലോസരപ്പെടുത്തുന്നു. അതുകൊണ്ട് എൻ്റെ ഒരു നിഗമനം അമേരിക്കയുടെ മൗന സമ്മതത്തോടെ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താനൊന്നും പറഞ്ഞില്ല, ഇത് ഇസ്രായേലിൻ്റെ പദ്ധതിയാണ്, ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പദ്ധതിയാണ്, താൻ ഓർഡർ കൊടുത്തതുകൊണ്ടല്ല, അദ്ദേഹം എന്നെ അറിയിക്കുന്നത് വളരെ വൈകിയാണ്, സ്റ്റീവ് വിറ്റ്കോഫിനെ ഞാൻ അറിയിച്ചിരുന്നു, അതിനേക്കുള്ള കാലതാമസത്തെക്കുറിച്ച് താനൊന്നും പറഞ്ഞില്ല എന്നുള്ള മട്ടിൽ ഒഴുക്കൻ മട്ടിലുള്ള മറുപടി ട്രംപ് പറയുന്നെങ്കിൽ പോലും അമേരിക്ക അറിയാതെ, അമേരിക്കൻ ബേസിലുള്ള ആളുകൾ അറിയാതെ ഒരു
ഒരു കാരണവശാലും ആ ആക്രമണം നടക്കില്ല എന്ന് പറയുമ്പോൾ അതിനർത്ഥം മാറി വരുന്ന ഒരു പ്രവണതയാണ്. ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു മാർഗം ഹമാസിനെ കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്യുക എന്ന്. അത് എത്രത്തോളം സാധ്യമാകും എന്നത് ചിന്തനീയമായ കാര്യം കൂടിയാണ്. കാരണം ഹമാസ് ഈസ് ഡീപ്ലി എൻട്രച്ച്ഡ്. അപ്പം ആ രാജ്യത്ത് ഹമാസിൻ്റെ താവളം, പ്രധാനമായ താവളം ഗാസ സിറ്റിയാണ്. ഗാസ സിറ്റിയുടെ ഏതാണ്ട് 80% ഇസ്രായേൽ കൈവശപ്പെടുത്തി കഴിഞ്ഞു. എൻറ്റയർ ഗാസയുടെയും 80%-ലധികം ഇസ്രായേലിൻ്റെ അധിനിവേശ സൈന്യത്തിൻ്റെ കീഴിലാണ്. അങ്ങനെ വരുമ്പോൾ ഗാസയിൽ നിന്ന് നിഷ്കാസിതരാകാൻ സാധ്യതയുള്ള ഹമാസിൻ്റെ അവശേഷിക്കുന്ന തുരുത്തുകൾ അവിടെയും കടന്നു ചെല്ലാനുള്ള ഇസ്രായേലിൻ്റെ താല്പര്യം ഇതിൽ കാണുന്നു. അതിനൊരിക്കലും ഇസ്രായേലിനെ ആ രീതിയിൽ കുറ്റപ്പെടുത്താനാവില്ല. ഇസ്രായേലിൻ്റെ വലതുപക്ഷ റാഡിക്കൽ സയണിസ്റ്റ് ഫോഴ്സസിൻ്റെ പിന്തുണ നെതന്യാഹുവിന് ഇക്കാര്യത്തിലുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം രാഷ്ട്രീയമായ ഒരു ഗെയിമായിട്ട് ഇതിനെ കാണുന്നു. ഇസ്രായേൽ ജനതയെ ഒരു പ്രതികാരം മാത്രമല്ല, ഇവിടെ ഒരു തരം കണക്ക് തീർക്കലുണ്ട്, പ്രതികാരമുണ്ട്, ബാലൻസിംഗ് ആക്ട് ഉണ്ട്, ഭാവിയിലേക്കുള്ള സുരക്ഷാ വാഗ്ദാനങ്ങളുണ്ട്. എല്ലാം ചേർന്ന് ഇസ്രായേലി ജനതയോട് സംവദിക്കുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു. തീർച്ചയായും അതിനുള്ള പ്രതിഷേധങ്ങളുണ്ട്. നേരത്തെ അപർണ സൂചിപ്പിച്ചതുപോലെ അതിശക്തമായ പ്രക്ഷോഭങ്ങൾ നെതന്യാഹുവിനെതിരെ, നെതന്യാഹുവിൻ്റെ അഴിമതിക്കെതിരെ ഇസ്രായേലിനുള്ളിൽ നടക്കുന്നു. നിയമവാഴ്ചയുള്ള രാജ്യമാണ്. വിദേശ ബന്ധത്തിൽ ഇസ്രായേൽ മുഷ്ക് കാട്ടുന്നു, അത് ശരിയാണ്. പക്ഷേ ആഭ്യന്തരമായി ജനാധിപത്യ വ്യവസ്ഥയുള്ള രാജ്യമാണ്, നിയമവാഴ്ചയുള്ള രാജ്യമാണ്. ചോദിക്കാൻ അവിടെ സംവിധാനമുണ്ട്, ഉള്ളിൽ നിന്നുകൊണ്ട് ചോദിക്കാൻ ആളുണ്ട്. ഇത് തന്നെയാണ് നെതന്യാഹു ഭയപ്പെടുന്നത്. അതുകൊണ്ട് ഓരോ ഘട്ടം കഴിയുമ്പോഴും ആക്രമണം ഘടിപ്പിച്ചുകൊണ്ട് യുദ്ധം ഒരിക്കലും തീരാത്ത രീതിയിൽ നീട്ടിയെടുക്കേണ്ടത് നെതന്യാഹു എന്ന വ്യക്തിയുടെ ആഗ്രഹം, ഇസ്രായേലിൻ്റെ ആഗ്രഹം മാത്രമല്ല, നെതന്യാഹു എന്ന വ്യക്തിയുടെ ആഗ്രഹം കൂടിയാകുമ്പോൾ തിരക്കഥ പൂർണ്ണമാവുകയാണ്. ഇവിടെ ഒരു തരം അമ്മനും തൊമ്മനും കളി ഇതിനകത്ത് ഇൻവോൾവ് ആണ്. കാരണം ഇതെല്ലാം തന്നെ മുൻകൂട്ടി അറിഞ്ഞുള്ള ആക്രമണമല്ലേ. ഇസ്രായേൽ ഹമാസിന്റെ താവളങ്ങളെ ആക്രമിക്കാൻ പോകുന്നു എന്ന് അമേരിക്ക അറിയിച്ചിരുന്നു. ആക്രമിക്കാനാണെങ്കിൽ ആക്രമിച്ചാൽ മതിയല്ലോ. എന്തിനാണ് അമേരിക്ക അറിയിക്കുന്നത്? എന്തിനാണ് ആ അറിവ് അമേരിക്ക ഖത്തറിന് കൈമാറുന്നത്? അമേരിക്ക ഇറാനെ ആക്രമിച്ചു. അവസാന ഘട്ടത്തിൽ ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിന്റെ അവസാന ഘട്ടത്തിൽ ആണവ നിലയങ്ങൾ ആക്രമിച്ചു. അപ്പോഴും മുൻകൂട്ടി അറിവ് നൽകിയെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ആണവ മെറ്റീരിയൽ മാറ്റാൻ ഇറാന് സാഹചര്യമൊരുക്കി. അതുപോലെ ഇറാൻ അമേരിക്കൻ താവളത്തെ ഖത്തറിൽ ആക്രമിച്ചു. അപ്പോഴും ഇറാൻ ഖത്തർ ഗവൺമെന്റിനോട് പറഞ്ഞു എന്നാണ് പറയുന്നത്. പക്ഷേ ഇതെല്ലാം പറയുമ്പോൾ ഒരുതരം ഒത്തുകളി ഇതിന് പിന്നിലുണ്ട്. ആത്യന്തികമായി ഗെയിൻ സംഭവിക്കുന്നത് അമേരിക്കയ്ക്ക് തന്നെയാണ് എന്നതാണ്. കാരണം ഇവിടെ ഒരു പ്രതിസന്ധി ഉണ്ടാകേണ്ടതും നിരന്തരം സംഘർഷം ഉണ്ടാകേണ്ടതും അമേരിക്കൻ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സിന്റെ വളർച്ചയ്ക്ക് ആവശ്യമാണ്. അമേരിക്കൻ താവളങ്ങൾ അവിടെ തീർച്ചയായിട്ടും അമേരിക്കയുടെ റോള് ഏത് തരത്തിലാണ്, വലതുപക്ഷ റാഡിക്കൽ പിന്തുണ ഏത് തരത്തിലാണ് ഇനി ഇസ്രായേലിന് കിട്ടുക എന്ന ചോദ്യമുണ്ട്. വളരെയധികം നന്ദി ഡോക്ടർ മോഹൻ വർഗീസ്, ഇന്റർനാഷണൽ ജേർണലിസ്റ്റ് കൂടിയായ